അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഒട്ടേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിച്ചു. അതെ, മലയോര പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണ്. സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട്. കേരളത്തിൽ കാട്ടാന ആക്രമണങ്ങളും വന്യജീവി സംഘർഷങ്ങളും വർദ്ധിച്ചുവരുന്നത് എന്തുകൊണ്ട്? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? അതെ, വന്യമൃഗങ്ങളെ നേരിടുകയല്ല വേണ്ടത്, പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ മനുഷ്യർ എങ്ങനെയാണ് വന്യമൃഗങ്ങളുടെ പ്രധാന ശത്രുവായി മാറിയത്? കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം വനത്തിനുള്ളിലെ ആനത്താരകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടതോടെ അവയ്ക്ക് വഴിതെറ്റുകയും കൃഷിയിടങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. കാടിനുള്ളിൽ സ്വാഭാവിക ഭക്ഷണത്തിന് പകരം അധിനിവേശ സസ്യങ്ങൾ, അതായത് സർക്കാർ വനവൽക്കരണത്തിന്റെ മറവിൽ തേക്ക് വച്ചുപിടിപ്പിക്കാൻ അനുവാദവും പണവും കൊടുത്തതും പ്ലാന്റേഷൻ എന്ന ചെല്ലപ്പേരിൽ യൂക്കാലിപ്റ്റസ്, മഞ്ഞക്കൊന്ന എന്നീ അമേരിക്കൻ സസ്യങ്ങൾ തേക്ക് ഇറ്റി ചന്ദനം കടത്താൻ വച്ചുപിടിപ്പിച്ചത് മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത കുറയാൻ കാരണമായി. പുല്ല് ലഭ്യത കുറഞ്ഞപ്പോൾ നാടിറങ്ങി. അവിടെയുള്ള തെങ്ങ്, വാഴ, ചക്ക എന്നിവയുടെ രുചിയറിയുകയും വീണ്ടും അത് തേടി ആനകൾ നാട്ടിലിറങ്ങുകയും പതിവായി. അതിശക്തനായ കാട്ടിയെ പേടിയില്ലാത്ത ആന എന്തുകൊണ്ട് ഇച്ചിരി പോന്ന കേരളത്തിലെ മനുഷ്യനെ പേടിക്കുന്നു, ആക്രമിക്കുന്നു എന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. പ്രതിരോധമാണ്. വിവേകമില്ലാത്ത മനുഷ്യർ കാട്ടുകൊള്ളക്കാരുടെ പഴമൊഴി കേട്ട് പടക്കം പൊട്ടിച്ചും തീയിട്ടും ആനകളെ തുരത്താൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് മനുഷ്യരോട് ഒരു തരം പകയോ ഭയമോ ഉണ്ടാകുന്നു. ഇത് പിന്നീട് ആക്രമണ സ്വഭാവമായി മാറുന്നു. ആനകൾ മനഃപൂർവ്വം മനുഷ്യനെ കൊല്ലാൻ വരുന്നതല്ല, മറിച്ച് പെട്ടെന്ന് മനുഷ്യനെ കാണുമ്പോൾ പേടിക്കൊണ്ടോ സ്വയരക്ഷയ്ക്കോ വേണ്ടിയാണ് പലപ്പോഴും ആക്രമിക്കുന്നത്. ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നിലവിൽ ചെയ്തുവരുന്ന പാഴ് പ്രതിരോധ നടപടികൾ നോക്കാം. സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചിലവേറിയ തൂങ്ങിക്കിടക്കുന്ന സോളാർ വേലികൾ, കിലോമീറ്ററുകളോളം ആനമതിൽ പണിയുന്നതിനും അവ പരിപാലിക്കുന്നതിനും വലിയ തുക കൂടാതെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് പ്രായോഗികമല്ല ഇത്. ഇനി റേഡിയോ കോളറിംഗ്, ആക്രമണകാരികളായ ആനകളുടെ കഴുത്തിൽ GPS ഘടിപ്പിച്ച ബെൽറ്റ്, ഇത് ഇടുന്നതിലൂടെ അവ എവിടെയാണെന്ന് അറിയാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന പ്രത്യേക സേനയ്ക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമത്രേ. പക്ഷേ റെസ്പോൺസ് ഇല്ല. ഇടപെടിക്കില്ല വനം കൊള്ളക്കാർ. ചുമ്മാ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഔദാര്യത്തിലല്ല കഴിയുന്നത്. പണം, കാശ് നല്ല ചുള വരുന്നുണ്ട് ഞങ്ങളുടെ പേരിൽ. കൂടാതെ കാവലും ആഗോള സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കാട്ടിൽ ഒട്ടിയ വയറും വരണ്ട നാക്കുമായാണ് കിടക്കുന്നതെന്നോർക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾക്ക് പുറമെ യുനെസ്കോ, UNDP, ലോക ബാങ്ക് തുടങ്ങിയ ആഗോള സംഘടനകളിൽ നിന്നും വന്യജീവി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനുമായി ആയിരക്കണക്കിന് കോടികളാണ് വരുന്നത്. കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടുകളുടെ ഭീമമായ വിഹിതം വരുന്നത് കാട് കാണാത്ത ഉത്തരേന്ത്യൻ സാധാരണക്കാരുടെ മറ്റും നികുതി പണത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സഹായങ്ങളും ആണ്. കോടികൾ വരുന്നുണ്ട്. സങ്കടമെന്തെന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട കാടിന്റെ മക്കൾ കാട്ടുകൊള്ളക്കാരുടെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആദിവാസി ആൾക്കൂട്ട അക്രമത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇല്ലാത്ത ആവേശം. വയറ് വിശന്നാലൊരു വാഴ ഇല തിന്നാൽ, എങ്ങാനും കാലൊന്നു തട്ടി അല്ലെങ്കിൽ അറിയാതെയൊന്ന് പേടിച്ചു ഒരാൾ മരിച്ചാൽ മതനേതാക്കളുടെ ഒപ്പം നിന്ന് വെക്കടാ വെടി കൊല്ലടാവനെ എന്ന് ആക്രോശിക്കുന്നു. നൂറ്റാണ്ടുകളായി തങ്ങൾ ജീവിച്ച മണ്ണിൽ ശ്വാസം നൽകുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി പകരം വിഷച്ചെടികൾ പടരുമ്പോൾ ശ്വാസമുട്ടുന്ന കാട്ടിൽ നിന്നും ദാഹിച്ചു വലഞ്ഞ് നാട്ടിലിറങ്ങേണ്ടി വരുന്നവരുടെ കണ്ണീരീൻ പുല്ലുവില. കാട്ടുകൊള്ളക്കാർ കിണറു കുഴിക്കാനും സഹായം വായ്പ, ഞങ്ങൾക്ക് മയക്കുമരുന്ന്